ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഒരു ഡേ ഇൻ ലൈഫ് മാത്രമല്ല, ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് നോക്കണം. രാവിലെ തന്നെ കറി വെക്കുന്നത് ഉച്ചക്കത്തേക്കുള്ളത്, ഉച്ചക്കുള്ള കൊമ്പയർ മുറിച്ചുകൊണ്ടുള്ളത്. രാവിലെ തന്നെ ഉച്ചക്കത്തെ പണിയെടുക്കുന്നില്ലെങ്കിൽ നമുക്കൊന്ന് ടൗണിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് അടുത്ത് തന്നെയുള്ള കവറിൽ മീനുള്ളത്, അങ്ങനെ മീനും കൊമ്പയറും എല്ലാം കറി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ വന്നിട്ടൊന്നും ആക്കണ്ടല്ലോ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോയി. ദോശ ചായയൊക്കെ ഉണ്ടായത്. പിന്നെ ടൗണിലേക്ക് പോകാനും വേണ്ടിയിട്ട് റെഡി ആവാനും വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി. മോള് കുപ്പായിടാൻ വരുന്നേ ഇല്ല, കളിക്കാനും വേണ്ടിയിട്ട് കിടന്നീന്. ഞാൻ പറഞ്ഞോണ്ട് നിന്നെ കൂട്ടൂല, ഇളക്കിയിട്ട് പോകുന്നല്ലോ. എന്നാലും ഡ്രസ്സ് ഇടാൻ വരുന്നില്ല, എത്ര വിളിച്ചങ്ങും വരുന്നില്ല. നിങ്ങൾക്കത് തരാം, ഇത് തരാം, ചോക്ലേറ്റ് തരാം, അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ട് വിളിച്ച്. അന്നൊന്നും ഡ്രസ്സ് ഇടാൻ വരുന്നില്ല. കുറേ വിളിച്ചപ്പോൾ പിന്നെ എനിക്കും വിനിയായി. അങ്ങനെ ഞാൻ ഡ്രസ്സ് അവിടെ വെച്ചിട്ട് പോയി. വേറെ ഡ്രസ്സ് വേണമെന്ന് ചോദിച്ചിട്ട് വേറെ ഡ്രസ്സ് എടുത്തിട്ട് കൊടുത്തു. പിന്നെ ഓളെന്നെ ഒറ്റക്ക് ഇടാൻ കഴിഞ്ഞു. ഓളേന്ന് മേങ്ങിയിട്ട് ഞാൻ ഇടിക്കാൻ നോക്കി പെട്ടെന്നാവാനും വേണ്ടിയിട്ട്. എന്നാൽ സമ്മതിക്കുന്നില്ല. ഓളെന്നെ ഇടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഓളെന്നെ ഇടാൻ കഴിഞ്ഞു. ഇരുന്നിട്ടും നിന്നിട്ടും എങ്ങനെല്ലാം പാൻറ്റ് കയറ്റി മീത്തക്കോള്. പിന്നെ ഞാൻ ചീപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇരുത്തിയിട്ട് മുടിയെല്ലാം വാരിയിട്ട് കൊടുത്തോളാം. ഇങ്ങനെ മുടിയെല്ലാം വാരിയിട്ടായിട്ട് ചെരുപ്പിടാന്ന് പറഞ്ഞ് ചെരുപ്പ് വേണ്ട, ഷൂ വേണമെന്ന് പറഞ്ഞു. സോക്സും ഷൂവും മതി എന്ന് പറഞ്ഞു. അങ്ങനെ സോക്സ് കൊണ്ടിട്ട് സോക്സ് ഇട്ട് കൊടുത്ത്, ഷൂ ഇട്ട് കൊടുത്ത്, അതിന് ബിയ്യ കാട്ടി തന്നിന്. അങ്ങനെ ഓളെ റെഡിയാക്കിയിട്ട് കീച്ചിട്ട് പിന്നെ ഞാൻ റെഡിയാവാൻ പോയി. പർദ്ദെല്ലാം ഇട്ട് സ്കാർഫെല്ലാം ആക്കി ബാഗെല്ലാം എടുത്ത് അങ്ങനെ പോകാനും വേണ്ടിയിട്ട് കഴിഞ്ഞു. ബസ്സിൽ പോകുന്നത്, അങ്ങനെ റിക്ഷ വിളിച്ച് റിക്ഷയിൽ പോയി. ബസ് സ്റ്റോപ്പിലേക്ക് റിക്ഷയിൽ പോകുന്നത്. ഇത് ഞങ്ങളെ പേരിൻ്റെ അടുത്തുള്ള പള്ളി, മദ്രസ എല്ലാം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, സാധനമെല്ലാം മേങ്ങുന്ന ഒരു സ്റ്റോറ്. ഇത് സ്കൂളിൻ്റെ മതിൽ കാണുന്നത്, മതിലിൻ്റെ ഉള്ളിൽ സ്കൂള്. പിന്നെ ഇത് അംഗനവാടി. എല്ലാം ഉണ്ട് ഞങ്ങളെ പേരിൻ്റെ അടുത്ത്, പള്ളി, മദ്രസ, സ്കൂള്, അംഗനവാടി. ബസ് കിട്ടണമെങ്കിൽ മാത്രം ഒരു 10 മിനിറ്റ് റിക്ഷ വിളിച്ചിട്ട് വരണം. ഞങ്ങൾക്ക് ടൗണിൽ ബാങ്കിൽ പോകാനുണ്ടായത്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി, ബസ് വന്ന് ബസ്സിൽ കയറി. അങ്ങനെ ടൗൺ ബാങ്കിലേക്ക് എത്തി. മേഴ്സ് ഇങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടുണ്ട്. എനിക്ക് ATMൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാങ്കിലേക്ക് വന്നത്. അങ്ങനെ ബാങ്കിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വന്നു. പുറത്ത് കഴിഞ്ഞിട്ട് വന്നിട്ടാകുമ്പോഴത്തേക്ക് ഒരു പീടികയിൽ നല്ല സ്നാക്സ് വെച്ചിട്ടുണ്ട്. കുറേ പബ്സും സാൻഡ്വിച്ചും കട്ട്ലേറ്റും. ഞങ്ങൾ കട്ട്ലേറ്റും സമൂസവും മേങ്ങി. അങ്ങനെ ബാങ്കിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വന്നു. പുറത്ത് കഴിഞ്ഞിട്ട് വന്നിട്ടാകുമ്പോഴത്തേക്ക് ഒരു പീടികയിൽ നല്ല സ്നാക്സ് വെച്ചിട്ടുണ്ട്. കുറേ പബ്സും സാൻഡ്വിച്ചും കട്ട്ലേറ്റും. ഞങ്ങൾ കട്ട്ലേറ്റും സമൂസവും മേങ്ങി.
ബസ്സിൽ നല്ല പണ്ടത്തെ ഹിന്ദി പാട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഞങ്ങൾക്ക് ചിക്കൻ മേങ്ങാനുണ്ടായിന്. അങ്ങനെ ഞങ്ങൾ ചിക്കന് മേങ്ങാൻ പോയി. ഞാൻ പറഞ്ഞിട്ടേ ബിരിയാണീൻ്റെ റെസിപ്പി ഉണ്ടെന്ന്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനുണ്ടായിന്. അങ്ങനെ ചിക്കന് മേങ്ങാനായിട്ട് പോയി. ചിക്കന് മേങ്ങുന്ന പീടിയയിൽ കോഴിപ്പീടിയ ഇച്ച കോഴി ഭയങ്കരത്തിൽ കൊത്തിക്കോണുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു കോഴി പറഞ്ഞു. ഇതാ കോഴിപ്പീടിയൻ്റെ പുറത്തുണ്ടായ കുറച്ച് ബേഡ്സ്. ഇത് അങ്ങനെ ചിക്കനെല്ലാം മേങ്ങിയിട്ട് റിക്ഷ വിളിച്ചിട്ട് പുറക്ക് പോയി. എത്തിയിട്ട് ചോറ് വെച്ച് മേസാനെ കുളിപ്പിച്ച് അങ്ങനെ ഇത് ബൈറ്റത്തതാവാ. മേസ ഒരു ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് എണിച്ച്. അങ്ങനെ ഉറങ്ങിയിട്ട് എണിച്ചിട്ട് അവൾക്ക് കൊടുക്കാലിട്ട് നേന്ത്രങ്കായ നെയ്യിൽ ചിള്ളി. നേന്ത്രങ്കായൽ ചിള്ളിയിട്ട് കൊടുത്ത്. പിന്നെ രാത്രിയൊക്കെ കൽത്തപ്പം ഉണ്ടായത്. അങ്ങനെ കൽത്തപ്പമെല്ലാം കൂട്ടി തിന്ന്. ഞങ്ങൾ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് പിറ്റേ ദിവസമാണ്. അന്ന് തന്നെ ഉണ്ടാക്കിയതല്ല. ഞങ്ങൾ പിറ്റേ ദിവസം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടാകുമ്പോഴത്തേക്ക് ചിക്കൻ വാങ്ങിയിട്ട് കൊണ്ടുവന്ന്. ചിക്കന് കട്ടയായിട്ടുണ്ടായിന്. അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് വന്ന്. ഇപ്പോൾ കട്ടയെല്ലാം പോയി. പാങ്ങൾ ചിക്കൻ അങ്ങനെ വാഷാക്കിയിട്ട് എടുത്ത്. ഇത് ചിക്കൻ ബിരിയാണീൻ്റെ മസാലക്കുള്ള ഐറ്റംസ്. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ് എല്ലാം ഇട്ടിട്ട് മിക്സാക്കിയിട്ട് വെച്ച് ഫ്രൈ ആക്കാൻ. ജസ്റ്റ് ഫ്രൈ ആക്കിയിട്ട് ഇടുന്നത് ബിരിയാണിക്ക്. മസാല ഉണ്ടാക്കാനും വേണ്ടി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെച്ചിട്ട് കൊടുത്ത്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഉള്ളി ഇട്ട് കൊടുത്ത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്. പിന്നെ ഉള്ളി പാങ്ങല വഴറ്റിക്കൊണ്ട് നിൽക്കണം. അതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത്. അതിനെയും പാങ്ങല ചിള്ളിയിട്ട് കൊടുത്ത്. പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതും ഇട്ട് കൊടുത്തു. എന്നിട്ടും പാങ്ങൾ മിക്സാക്കിയിട്ട് കൊടുത്ത്. പിന്നെ ഇട്ടിട്ട് കൊടുത്തത് ചിക്കൻ മസാലപ്പൊടി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളകുപൊടി ഇട്ട് കൊടുത്ത്. പിന്നെ ഇട്ടത് മല്ലിപ്പൊടി. എല്ലാം ഇട്ടിട്ട് പാങ്ങനെ മിക്സാക്കിയിട്ട് കൊടുത്ത്. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചമുളക് അരച്ചതാവാ. അതും പാങ്ങനെ മിക്സാക്കിയിട്ട് കൊടുത്ത്. പിന്നെ ചിക്കനെ ഫ്രൈ ആക്കാനും വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ചിക്കനെല്ലാം ഇട്ടിട്ട് കൊടുത്ത്. നല്ലോണം ഫ്രൈ ആക്കണമെന്നില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ അങ്ങനെ ഷാലോ ഫ്രൈ ആക്കാനും വേണ്ടിയിട്ട്. മസാല റെഡിയായി. ചിക്കനും ഫ്രൈ ആക്കാനിട്ട് അതിന് ചോറ് വെക്കാനിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നെയ്യും ഇട്ട് കൊടുത്ത്. പിന്നെ അതിൻ്റെ മസാല എല്ലാം ഇട്ട് കൊടുത്ത്. പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് അങ്ങനത്തെ എല്ലാം. പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത്.
അതെല്ലാം വാടിയിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുത്ത്, അരി ആദ്യം ഒന്ന് ഇട്ടിട്ട് വറുക്കുന്നുണ്ട്, എന്നിട്ടായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ വറുത്തിട്ടായിട്ട് അതിലേക്ക് വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്ത് ചോറ് തിളച്ചുകൊണ്ടുണ്ട്. നമ്മൾ ആയ മസാലയ്ക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ആക്കിയിട്ട് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ബിരിയാണിക്കുള്ള മസാല. ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത്, അപ്പോൾ കുറച്ചും കൂടി കാണാൻ പാങ്ങായി. നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ദമ്മിടാം. ഇത് ദമ്മിടാനുള്ള ഉള്ളി ഫ്രൈ ആക്കുന്നത്. അങ്ങനെ നമ്മൾ ബിരിയാണി ദമ്മിട്ട്, ഒരു സിമ്പിൾ ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണവേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ട് കമൻറ്റ് ഇട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.